ക്രമക്കേട് നടന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ കമ്പനിക്കെതിരെ SFIO അന്വേഷണം നടക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി. എല്ലാം നിയമാനുസരണമാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണയ്ക്ക് ലഭിക്കില്ലെന്നും മീനാക്ഷി ലേഖി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ നിയമസഭാ പ്രമേയത്തെയും മന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നു എന്നത് വ്യാജ പ്രചരണമാണ്. കേരളത്തിനായി ധാരാളം പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നു. ഒന്നും ചെയ്യാതെ കടമെടുത്ത് മാത്രം കാര്യങ്ങൾ നടത്താൻ പറ്റില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര അവഗണനയെന്നത് വ്യാജ പ്രചരണം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർ മിടുക്കന്മാരാണെന്നും കേന്ദ്രമന്ത്രി പരിഹസിച്ചു. കടമെടുക്കുന്നതിന് ചട്ടങ്ങളുണ്ടെന്നും അത് പാലിക്കണമെന്നും മീനാക്ഷി ലേഖി ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര സർക്കാർ കടമെടുപ്പിൽ വിശ്വസിക്കുന്നില്ല. പ്രവാസികളുടെ പണം കൊണ്ട് മാത്രം ജീവിക്കാനാകില്ല. കേരളം ഒരു വികസന പ്രവർത്തനവും നടത്തുന്നില്ല. വ്യാവസായിക വികസനത്തിന് ഒന്നും ചെയ്യുന്നില്ല. കടമെടുത്ത് ജീവിക്കാമെന്ന് കരുതുന്നു. ഇത് ശരിയല്ല തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉന്നയിച്ചു. മോദിയുടെ ഗ്യാരണ്ടി എന്നത് കേരളത്തിന് വേണ്ടി കൂടിയുള്ള ഗ്യാരണ്ടിയാണെന്നും മീനാക്ഷി ലേഖി പറഞ്ഞു. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ എവേക്ക് യൂത്ത് ഫോർ നേഷൻ കോൺക്ലേവിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി.